ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ റോസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ കോമ്പിനേഷനായ ഈ കറി നോൺ വെജിന് പകരം അതിനേക്കാൾ രുചിയിൽ കഴിക്കാവുന്ന കറി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ കോളിഫ്ലവർ നന്നാക്കിയെടുത്തു. ഇനി ഒരു പാത്രത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നന്നാക്കിയെടുത്ത കോളിഫ്ലവർ ഇട്ട് വെക്കാം. ഇതൊരു അരമണിക്കൂർ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെക്കണം. കോളിഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ഇൻസെക്ട്സ് ഒക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞു. കോളിഫ്ലവർ ഈ വെള്ളത്തിൽ നിന്നും മാറ്റി വയ്ക്കാം. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 സവാള പൊടിയായി അരിഞ്ഞത്, ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇടാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു ചെറിയൊരു ബ്രൗൺ കളറായി. ഈ സമയത്ത് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ തക്കാളി, 2 വലിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി കുറേശ്ശെ വഴന്നു തുടങ്ങി. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയൊക്കെ നന്നായി വഴന്നു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിന് കണക്കാക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് അടച്ചു വെച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഏകദേശം റെഡിയായി. ഈ സമയത്ത് നിങ്ങളിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായി. ഞാൻ എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വയ്ക്കുക. അങ്ങനെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. വളരെ നന്നായിട്ട് തന്നെ പാകത്തിന് വെന്തിട്ട് നമ്മുടെ റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.